ആലിപ്പഴം വീഴുന്നത് എവിടെ നിന്ന്? ആലിപ്പഴപ്പോഴുള്ള ചെറുപ്പക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെയൊക്കെ ആലിപ്പഴം വീഴുമായിരുന്നു. ആലിപ്പഴം എന്ന് പറഞ്ഞാല് ആലിന്റെ പഴമല്ല, ഐസിന്റെ കട്ടകളാണ്. ഈ വേനൽക്കാലത്തൊക്കെ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് നീരാവി അധികം തണുത്ത് വെള്ളമാകുന്നതിന് പകരം ഐസിന്റെ കട്ടകളായിട്ട് താഴേക്ക് വീഴും, പതിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ മഞ്ഞ് വീഴ്ച ഉണ്ട്. അങ്ങനെ ഐസ് കട്ട വീഴുന്നതിനാണ് ആലിപ്പഴം വീഴുക എന്ന് പറയുന്നത്. ഇതെന്താണ് എന്ന് വിശദീകരിക്കാനും പണ്ടുള്ളവർക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ വിശദീകരിക്കാതിരിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. വിശദീകരിച്ചു. എന്താണ്? താങ്കൾ കണ്ടില്ലേ അള്ളാഹു മേഘത്തെ പതുക്കെ വലിച്ചു കൊണ്ടുവരികയും പിന്നീട് അവയെ കൂട്ടിച്ചേർക്കുകയും അട്ടിയാക്കുകയും ചെയ്യുന്നത്? അങ്ങനെ അതിനിടയിൽ കൂടി മഴ പെയ്യുന്നതും താങ്കൾക്ക് കാണാം. ആകാശത്തുള്ള മഞ്ഞുമലയിൽ നിന്ന് അവൻ മഞ്ഞുകട്ടകൾ വീഴ്ത്തുന്നു. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അത് വീഴുന്നു. അവൻ ഉദ്ദേശിച്ചവരിൽ നിന്നും അത് ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. വലിയ ഐസിന്റെ കട്ടയാണെങ്കിൽ അപകടം പറ്റും തലയിലൊക്കെ വീണാൽ. അതാണ് അള്ളാഹു പറയുന്നത്. ആകാശത്തൊരു മഞ്ഞുമലയുണ്ട്, ആ മഞ്ഞുമലയിൽ നിന്നാണ് ഇത് വീഴുന്നത് എന്നാണ് പറയുന്നത്. അത് കാഫുമലയാണ് എന്നും പറയുന്നുണ്ട്. കാഫുമല എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയും. രാത്രിയും പകലും ഉണ്ടാകുന്നു. മനുഷ്യന്റെ നേർക്കാഴ്ചയിൽ മനുഷ്യൻ നിരീക്ഷിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്കിന്നറിയാം. പക്ഷേ പണ്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറയാൻ അറിയില്ലായിരുന്നു. പക്ഷേ അറിയില്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞു. എന്താണ്? രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്, അതിൽ നിന്നും പകലിനെ നാം ഊരിയെടുക്കുന്നു. അത്രേ ഉള്ളൂ. അള്ളാഹു രാത്രിയും പകലും അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിയെടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിയുന്നു, കെട്ടിപ്പൊതിയുന്നു, ചുറ്റുന്നു എന്നൊക്കെ പറയല്ലാതെ എന്തുകൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്, ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് എന്ന് പറയാനുള്ള ശാസ്ത്രവിവരം അള്ളാഹ്ക്കില്ല, റസൂലിനില്ല, ഇല്ലാതെ പോയി. ചന്ദ്രന് വൃദ്ധിക്ഷയം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇത് റസൂലിന്റെ അനുയായികൾ അങ്ങോട്ട് ചോദിച്ചതാണ്. മുട്ടിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞതല്ല, അങ്ങോട്ട് ചോദിച്ചു. എന്താ പറഞ്ഞത്? ചോദിച്ചപ്പോ എന്താ വൃദ്ധിക്ഷയം? ഇങ്ങനെ തേങ്ങാപ്പൂള് പോലെ അല്ലെങ്കിൽ ഈത്തപ്പനക്കൊലയുടെ തണ്ടുണങ്ങിയതുപോലെയൊക്കെ ആവാൻ എന്താണ് കാരണം എന്ന് ചിലർ ചോദിച്ചു. ചോദിച്ചപ്പോ അതിന് അള്ളാഹ് കൊടുത്ത ഉത്തരാണിത്. ചന്ദ്രക്കലകളെക്കുറിച്ച് അവരതാ താങ്കളോട് ചോദിക്കുന്നു, പറയുക അവ മനുഷ്യർക്ക് ഹജ്ജിനും സമയം കണക്കാക്കാനുള്ളതാകുന്നു. ചോദിച്ചത് എന്തുകൊണ്ടുണ്ടാകുന്നു. ഉത്തരം പറഞ്ഞത് അരി എത്ര എന്ന ചോദ്യത്തിന് പയർ ഉപ്പേരി വെക്കാനാണ് എന്നാണ്. പയർ അഞ്ഞാഴിന്നും അല്ല പറഞ്ഞത്, പയർ ഉപ്പേരി വെക്കാനാണ് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്ന് സഹാബികൾ ചോദിച്ചു. അതുപോലെ അതാ ചോദിക്കണം, പറഞ്ഞാളാ അതൊക്കെ ഹജ്ജിന് നേരം കണക്കാക്കാനുള്ളതാണ് എന്നാണ്. ഇത് പറഞ്ഞു തരാൻ അള്ളാന്റെ ആവശ്യമുണ്ടോ? ചോദിച്ചത് എന്താണ്, ഉത്തരം എന്താണ്? ഇനി സൂര്യഗ്രഹണം, സൂര്യഗ്രഹണത്തെക്കുറിച്ച് എന്തെല്ലാം കഥകളാണോ ലോകത്തിന്റെ നാനാഭാഗത്തും നാനാവിധത്തിലുള്ള കഥകളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ നാട്ടിലുണ്ട് പല കഥകളും. പാമ്പ് വിഴുങ്ങുന്ന കഥകൾ, രാഹു കേതു വിഴുങ്ങുന്ന കഥകളൊക്കെ ഉണ്ട്. ഇവിടെ അള്ളാഹിന്റെ റസൂൽ എന്താ പറയുന്നത്? അബൂ ഹുറൈറ പറയുന്നു, ഒരിക്കൽ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, ചുവപ്പിലുള്ളത് വായിക്കാം. എന്താണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞിട്ട്, തന്റെ ദാസന്മാരെ ഭയപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നടപ്പിൽ വരുത്തുന്ന ചില നടപടിക്രമങ്ങൾ മാത്രമാണത്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കാട്ടുന്ന എന്തോ കോപ്രായമാണത് എന്നാണ് നബി പറഞ്ഞത്. ആ കോപ്രായം എന്താണ് എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹ്ക്കും നബിക്കും കഴിഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമ്മളിന്ന് 3ാം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രന്റെ നിഴല് മാത്രമാണത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നതിന് പകരം ഞാനോലെ പേടിപ്പിക്കാൻ വേണ്ടി കാട്ടുന്നൊരു കോപ്രായമാണത് എന്ന് പറയാനാണ് അള്ളാഹ്ക്ക് കഴിഞ്ഞത്. എങ്കിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ മറ്റ് കഥകളാണ്. പക്ഷികൾ ആകാശത്തുകൂടെ പറക്കുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. എന്തുകൊണ്ടാണ് പക്ഷികൾ താഴെ വീഴാത്തത്? അതിന് ഖുർആനിൽ ഉത്തരമുണ്ട്. അള്ളാഹു അവയെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ്. നമുക്കിന്നറിയാം പക്ഷികൾ താഴെ വീഴാത്തത് വായു അവയെ പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞാൽ വായു ആണോ? ആണെങ്കിൽ എനിക്ക് തർക്കമില്ല. അള്ളാഹു വായു ആണെങ്കിൽ ഞാനും അള്ളാഹുവിനെ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്? പണ്ടുകാലത്ത് മനുഷ്യൻ ഭീകരമായി ഭയപ്പെട്ടിരുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന വസൂരി രോഗം, സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗം. രോഗം വന്നാല് വന്നവരൊന്നായിട്ട് കൂട്ടത്തോടെ അള്ളാഹ് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തിരുന്നു. കുറച്ചാളുകൾ രക്ഷപ്പെട്ടാലായി, ഇല്ലെങ്കിൽ ഒന്നായിട്ട് മനുഷ്യനെ സംഹരിച്ചിരുന്ന മഹാമാരിയായിരുന്നു വസൂരി. ഈ രോഗമുണ്ടായപ്പോ മനുഷ്യർ ഭയപ്പെട്ടു. രോഗത്തിന്റെ കാരണം എന്താണ് എന്ന് മനുഷ്യർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അറിയില്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യർ മിണ്ടാണ്ടിരുന്നില്ല. അവർ കാരണം കണ്ടെത്തി. എന്താ? മാരിയമ്മൻ എന്ന് പറയുന്ന ഒരു ദുർദേവതയുണ്ട്. ഇവിടുത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അറേബ്യയിലെ കഥ വേറെയാ. അവിടെ കഥക്കെ ജിന്ന.
മാരിയമ്മന്റെ കോപം കൊണ്ടാണ് വസൂരി ഉണ്ടാവുന്നത്. അതുകൊണ്ട് പരിഹാരം എന്താണ്? മാരിയമ്മനെ തൃപ്തിപ്പെടുത്താൻ ചോര കൊണ്ട് കുരുതി കൊഴിക്കുക. അങ്ങനെ കുരുതി നടത്തി, ബലി നടത്തി, മനുഷ്യബലി നരബലി വരെ നടത്തിയിട്ടും ഈ മാരിയമ്മനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവസാനം മാരിയമ്മനെ പിടിച്ചത് ഇയാളാണ്, ജെന്നർ. അദ്ദേഹം പശുക്കൾക്ക് വസൂരി രോഗം വന്ന പശുക്കളുടെ വസൂരി വ്രണത്തിൽ നിന്ന് ചലമെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചപ്പോ മനുഷ്യന്റെയും വസൂരി രോഗത്തിന്റെ കാരണം ആയിട്ടുള്ളത് വളരെ സൂക്ഷ്മമായ വൈറസ് എന്ന് പറയുന്ന ജീവികളാണ് എന്ന് കണ്ടെത്തി. ആ വൈറസിനെ, നമ്മുടെ ശരീരത്തിൽ വൈറസ് പ്രവേശിച്ചാൽ അതിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ആവശ്യമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ഈ ഗോവസൂരി പ്രയോഗം നടത്തിയ പ്രതിരോധ കുത്തിവയ്പ് നടത്തി ചെയ്യാം, അതിന് പരിഹാരമുണ്ടാക്കാം എന്ന് കണ്ടെത്തി. അങ്ങനെയാണ് മാരിയമ്മനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞത്. ഇന്ന് മാരിയമ്മൻ അമേരിക്കയിലെ ഏതോ ലബോറട്ടറിയിൽ വളരെ ഭദ്രമായി കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അതും പുറത്തു ചാടാതെ. ലോകത്തെവിടെയും ഇന്ന് മാരിയമ്മനില്ല. മാരിയമ്മനെ പൂർണ്ണമായി പിടിച്ചുകെട്ടാൻ ശാസ്ത്രത്തിന് സാധിച്ചു. ഒരു രോഗത്തിനും മരുന്ന് നിർണയിക്കാൻ, ഒരു മുറിവ് പഴുക്കുന്നതിന് ഒരു ആന്റിബയോട്ടിക് നിർദ്ദേശിക്കാൻ പോലും ഒരു മതത്തിനും ദൈവത്തിനും സാധിച്ചില്ല. റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നു, തിയോളജി ഹാസ് ഡൺ നത്തിങ് ബട്ട് ടോക്ക് ഓഫ് പെസ്റ്റിലൻസ് ആസ് ദ വേജസ് ഓഫ് സിൻ. മനുഷ്യർ ചെയ്യുന്ന പാപ